ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 14 വാക്യം. അവൻ അതിനോട്, ഇനി നിങ്കിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. യേശുമ്പുരാൻ അത്തിവൃക്ഷത്തെ ശപിക്കുന്ന രംഗമാണ്. യേശുമ്പുരാൻ വളരെ ദൂരത്ത് നിന്ന് നടന്നലഞ്ഞ് വിശന്ന് വരികയാണ്. അങ്ങനെ വിശന്ന് വരുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് തന്നെ ഒരു അത്തിവൃക്ഷം കാണുന്നു. ആ അത്തിവൃക്ഷം പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ആര് കണ്ടാലും ആ അത്തിവൃക്ഷത്തെ ആര് കണ്ടാലും തോന്നിക്കും അത് നിറയെ ഫലങ്ങളാണെന്ന്. അപ്പോൾ അങ്ങനെ ആകർഷകമാം വിധം മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ പടർന്ന് പന്തലിച്ച് ഫലങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഈ അത്തിവൃക്ഷം ഇങ്ങനെ നിൽക്കുമ്പോൾ യേശുമ്പുരാനും അതിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഒരു അത്തിപ്പഴം പറിച്ച് തിന്ന് വിശപ്പടക്കാമെന്ന് കരുതുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല, ഇലയല്ലാതെ ഒന്നുമില്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ ആകർഷിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഫലമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ആ അത്തിവൃക്ഷത്തെ യേശുമ്പുരാൻ ശപിക്കുന്നത്, ഇനി നിങ്കിൽ നിന്ന് ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറയും. പ്രിയമുള്ളവരെ, ഈ അത്തിവൃക്ഷം എന്ന് പറയുന്നത് അതേ അത്തിവൃക്ഷമാണ്, നമുക്കറിയാവുന്ന അതേ അത്തിവൃക്ഷം. ലൂക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായത്തിൽ പറയുന്ന അതേ അത്തിവൃക്ഷമാണ്. മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ ഒരു തോട്ട ഉടമ തൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ ഒരു അത്തിവൃക്ഷം നട്ടു വളർത്തുകയാണ്. അതിനെ അതീവ ശ്രദ്ധയോടെ പരിപാലിക്കുകയാണ്. അതിനെ തടമെടുക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, വളമിടുന്നു. ആ മറ്റ് മുന്തിരിച്ചെടിയേക്കാളൊക്കെ മറ്റ് പല ലതാദികൾ അവിടെ ഉണ്ട്. അതിനേക്കാളിലൊക്കെ ശ്രേഷ്ഠമായി നടുവിൽ നിൽക്കുന്ന ഈ അത്തിവൃക്ഷത്തെ അരുമയോടെ പരിപാലിക്കുകയാണ്. തൻ്റെ സ്വന്തം പോലെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് പരിപാലിക്കുകയാണ്. അതിനെ യഥാസമയം വെള്ളവും വളവുമൊക്കെ ഇട്ട് യഥാസമയം തടമെടുത്ത് നല്ലപോലെ പരിപാലിക്കുകയാണ്. അങ്ങനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന അത്തിവൃക്ഷം വർഷങ്ങളേറെ ആയിട്ടും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നേ ഉള്ളൂ. അതിൽ നിന്ന് ഫലമൊന്നും കിട്ടാതിരിക്കുമ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉടമ വളരെ നിരാശനായി ആ തോട്ടക്കാരനോട് പറയുകയാണ്, എത്രയോ കാലമായിട്ട് ഞാൻ ഇതിനെ പരിപാലിക്കുന്നു, ഇതിൽ നിന്ന് ഇങ്ങനെ ഫലമൊന്നും കിട്ടുന്നില്ല, ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയല്ലാതെ ഇതിൽ നിന്ന് ഫലങ്ങളൊന്നും പുറപ്പെടുവിക്കുന്നില്ല, അതുകൊണ്ട് അത് നിലത്തെ പാഴാക്കുന്നു, അതിനെ വെട്ടിക്കളയുക എന്ന് തോട്ടക്കാരനോട് പറയുകയാണ്. എന്നാൽ ആ തോട്ടക്കാരൻ പറയുകയാണ്, ആ മനസ്സലിയുള്ളവനായ ആ തോട്ടക്കാരൻ യജമാനോട് പറയുകയാണ്, യജമാനനെ 1 കൊല്ലം കൂടി എനിക്കിതാ, 1 കൊല്ലം കൂടി ഞാനിതിന് തടമെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വളമിട്ട് നോക്കാം, 1 കൊല്ലം കൂടി നോക്കി പിന്നെയും ഫലം കണ്ടില്ലെങ്കിൽ ഞാനിതിനെ വെട്ടിക്കളഞ്ഞേക്കാം, ഞാൻ തന്നെ വെട്ടിക്കളഞ്ഞേക്കാമെന്ന് ഈ യജമാനോട് ഈ തോട്ടക്കാരൻ പറയുകയാണ്. ആ തോട്ടക്കാരൻ, നല്ലവനായ തോട്ടക്കാരൻ, 1 കൊല്ലമല്ല 3 കൊല്ലക്കാലം തൻ്റെ യൗവനകാലം മൊത്തം ഈ അത്തിവൃക്ഷത്തിന് വേണ്ടി ചെലവഴിച്ചു. തൻ്റെ ജീവിതം മൊത്തം ഈ അത്തിവൃക്ഷത്തിന് വേണ്ടി ഹോമിച്ചു. അതിന് തടമെടുത്തു, വളമിട്ടു, അതിന് വെള്ളമൊഴിച്ചു, എന്നിട്ടും പ്രയോജനമില്ല. ഒരു ദിവസം ഈ തോട്ടക്കാരൻ വളരെ ദൂരത്ത് നിന്നും നടന്നലഞ്ഞ് വിശന്ന് ഇങ്ങനെ വരികയാണ്. ദൂരത്ത് നിന്ന് നോക്കിയപ്പം അതാ താൻ ആ പരിപാലിച്ച അത്തിവൃക്ഷം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. തോന്നിക്കുകയാണ് അതിൽ അത്തിപ്പഴം ഉണ്ടായിരിക്കുമെന്ന് തോന്നുകയാണ്. ഏറ്റവും അവസാനമെങ്കിലും കഴിഞ്ഞ 3 കൊല്ലക്കാലം താൻ ഈ അതിനെ പരിപാലിക്കുന്നു, ഇതായിപ്പോൾ അത്തിവൃക്ഷം ഉണ്ടെന്ന് തോന്നുകയാണ്. ഇതാ അത്തിവൃക്ഷം ഉണ്ടല്ലോ എന്നൊരു സന്തോഷത്തോടെ അതിൻ്റെ വരുമ്പോൾ അതിൽ ഇലയല്ലാതെ ഒന്നും കാണുന്നില്ല. ആ ഇലയല്ലാതെ അത്തിപ്പഴം ഒന്നും കാണുന്നില്ല, ഇല മാത്രമേ ഉള്ളൂ. അത് വെറുതെ ഇങ്ങനെ തോന്നിപ്പിക്കുകയായിരുന്നു, മറ്റുള്ളവരെ കൊണ്ട് ആകർഷിപ്പിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുന്നു, എന്നിൽ ഫലമുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധം ആ അത്തിവൃക്ഷം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുക മാത്രമായിരുന്നു, അതിൽ ഫലമില്ലായിരുന്നു. അപ്പോഴാണ് ആ തോട്ടക്കാരൻ അതിനെ ശപിക്കുകയാണ്, ഇനി നിങ്ങളിൽ നിന്ന് ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറയുന്നത്. AD 70 ആയപ്പോഴേക്കും ആ അത്തിവൃക്ഷം കത്തിക്കരിഞ്ഞു പോയി. പ്രിയമുള്ളവരെ, ഈ അത്തിവൃക്ഷം എന്ന് പറയുന്നത് യഹൂദാജനത്തിൻ്റെ പ്രതീകമാണ്. പഴയ ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. ഇതാ ദൈവം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തൻ്റെ സ്വന്തം ജനമായി ഇസ്രായേലിനെ പരിപാലിച്ചു. ഒരു അത്തിവൃക്ഷത്തെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതുപോലെ അതിശ്രേഷ്ഠമായി അതിനെ പരിപാലിച്ചു. ശത്രുക്കളിൽ നിന്നും കാറ്റിൽ നിന്നും കോളിൽ നിന്നും ഒക്കെ അതിനെ ഇങ്ങനെ പരിപാലിച്ചു. യഥാസമയം വെള്ളവും വലമൊക്കെ അതിന് കൊടുക്കേണ്ടതായ എല്ലാം കൊടുത്തിങ്ങനെ വളർത്തിക്കൊണ്ട് വന്നപ്പോഴും അത് നിന്ന് പുറപ്പെടുവിക്കുന്നത് ഫലങ്ങളല്ല, വെറും ഇലകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുക, വെറും ഷോ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഷോ മാത്രമേ നിൽക്കുമ്പോൾ ഈ ഷോ എന്ന് പറയുന്നത് ആ ഷോ എങ്ങനെയാണെന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ യഹൂദാജനം അത്തിവൃക്ഷത്തെ പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണെന്ന് എങ്ങനെയാണെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 23 അധ്യായത്തിൽ പറയുന്നുണ്ട്. അവർ തങ്ങളുടെ മന്ത്രപ്പെട്ട വലുതാക്കി
തൊങ്ങൽ മന്ത്രപ്പെട്ട വീതിയാക്കി, തൊങ്ങൽ വലുതാക്കി, അത്താഴത്തിൽ പ്രധാന സ്ഥലവും അങ്ങാടിയിൽ മുഖ്യാസനവും പള്ളിയിൽ മുഖ്യാസനവും റബ്ബി എന്ന് വിളിക്കുന്നത് മാത്രം. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരിങ്ങനെ അവരുടെ മന്ത്രപ്പെട്ടൊക്കെ വീതിയാക്കി, തൊങ്ങലൊക്കെ വലുതാക്കി, എങ്ങനെയാണോ ഈ അത്തിപ്പഴം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അതിൽ നിന്ന് ഫലമുണ്ടെന്ന് തോന്നിപ്പിക്കും വിധം ഇതാ ഈ യഹൂദ ജനവും ഇങ്ങനെ നല്ല ആടയാഭരണങ്ങളോടുകൂടി സമൂഹത്തിൽ നടക്കുകയാണ്. അവരാണ് ദൈവത്തിന്റെ സ്വന്തം ജനം, അവർ മാത്രമാണ് ഭക്തിയുള്ളവർ, അവർ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്ന് പറഞ്ഞിങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ പ്രകടനമായി മനുഷ്യരെ കാണിക്കാൻ വേണ്ടി നടക്കുമ്പോൾ അവിടെ ഇതാ ഈ അവരിൽ നിന്ന് അവരെക്കുറിച്ച് യേശുമ്പുരാൻ പറയുന്ന ഇതാണ്, നിങ്ങൾ വെള്ള തേച്ച് ശവക്കല്ലറോട് തുല്യമാണ്. അവരിങ്ങനെ ആകർഷമാനും പുറമേ ഇങ്ങനെ നല്ലതായിട്ട് തോന്നുമെങ്കിലും ശവക്കല്ലറയുടെ അവസ്ഥയാണ് അവരുടെ ഉള്ളിൽ. അതായത് ശവക്കല്ലറയിൽ നമുക്കറിയാം മനുഷ്യ ശരീരങ്ങൾ ചീഞ്ഞളിഞ്ഞ് കൃമിയും കീടവും വമിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥ. അതേ അനുഭവമാണ് അവരുടെ ഉള്ളിൽ നിന്നും വരുന്നത്. അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന തിന്മയാണ്. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന അതേ തിന്മ, അതായത് അസൂയയും പകയും പിണക്കവും ഭിന്നതയും ജാരശങ്കയും വെറുക്കൂത്തും മദ്യപാനങ്ങളും ഈ സമൂഹത്തെ മൊത്തം കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായിട്ട് തിന്മയായിട്ട് യഹൂദജനം മാറിയപ്പോൾ ഇതാ അവർ ശാപത്തിന് ഇരയാകുകയാണ്. അവരെ ശപിക്കുകയാണ് ദൈവം. അതായത് ഒരുപാട് കാത്തു പരിപാലിച്ചു അവരിൽ നന്മ വരുമോ എന്ന് കരുതി തൻ്റെ യൗവനകാലം മുഴുവൻ 3.5 കൊല്ലക്കാലം യേശുമ്പുരാൻ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. അവരോട് ദൈവത്തിലേക്ക് തിരിയാൻ പറഞ്ഞു. എന്തെല്ലാം ചെയ്തു കൊടുക്കണമോ തൻ്റെ ജീവൻ തന്നെ ഉപമിക്കുവാൻ തയ്യാറായി ജീവൻ തന്നെ കൊടുക്കുവാൻ വേണ്ടി കൊടുത്തിട്ട് അവരെ ചേർത്ത് നിർത്തുവാൻ യേശുമ്പുരാൻ വന്നപ്പോൾ അവിടെ ഇതാ കർത്താവ് പറയുന്നത് ഇങ്ങനെ തന്നെ, യെരൂശലേമേ യെരൂശലേമേ, തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറയെങ്കിൽ വെക്കും പോലെ നിങ്ങൾ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല. ആ യഹൂദജനത്തിന് മനസ്സാവാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ വളരെ നിരാശയോടെ മനോവ്യസനത്തോടെ ഈ യേശുമ്പുരാൻ അവരെ ശപിക്കുകയാണ്. ഇനി ആരും നിങ്ങളിൽ നിന്ന് ഫലം തിന്നാതിരിക്കട്ടെ. ആ ശാപമേറ്റു. AD 70 ആയപ്പോഴേക്കും ഈ യഹൂദജനം, അത്തിവൃക്ഷമാകുന്ന ആ യഹൂദജനം ഇതാ കത്തിക്കരിഞ്ഞു പോയി. റോമാ സാമ്രാജ്യം വന്ന് മൊത്തം ഈ യെരൂശലേം മൊത്തം കീഴടക്കി. യെരൂശലേം ദേവാലയം കത്തിക്കരിച്ച് യഹൂദജനങ്ങളെ എല്ലാം ഭിന്നിപ്പിച്ച് പല ചിതറിപ്പിച്ചിട്ട് ഇതാ യെരൂശലേം നഗരം മൊത്തം അഗ്നിക്കിരയാക്കി. പ്രിയമുള്ളവരെ, പഴയ ഇസ്രായേലിന്റെ ചരിത്രം ഇതാണ്. അതാ അത്തിവൃക്ഷമാകുന്ന ആ യഹൂദജനം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നേ ഉള്ളൂ. അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാതിരുന്നപ്പോൾ ഇല മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇലയുള്ള ഒരു അത്തിവൃക്ഷമായി മാത്രം നിൽക്കുമ്പോൾ ഇതാ മറ്റുള്ളവരെ കാണിക്കാനായി മാത്രം ഷോ ആയി മാറി നിൽക്കുമ്പോൾ യേശുമ്പുരാൻ അവരെ ശപിച്ചുവെങ്കിൽ, ശാപഗ്രസ്തരായെങ്കിൽ പുതിയ ഇസ്രായേൽ എന്ന പുതിയ സഭയിലെ അത്തിവൃക്ഷങ്ങളാണ് നാം ഓരോരുത്തരും എന്ന കാര്യം മറക്കരുത്. ദൈവം നമ്മളെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. യേശുമ്പുരാൻ നമ്മളെ സന്ദർശിക്കുമ്പോൾ ഇതാ വിശന്ന് വലന്ന് വരുമ്പോൾ നമ്മളിൽ നിന്ന് ഫലം തിരയും. അപ്പോൾ ഫലം കാണാതിരുന്നാൽ, ഫലം കിട്ടാതിരുന്നാൽ നമ്മളും ശാപയോഗ്യരാകും എന്നുള്ള ഒരു ബോധ്യത്തോടെ നമ്മൾ ജീവിക്കാം. നമ്മൾ പുതിയ സഭയിലെ അത്തിവൃക്ഷങ്ങളാണെങ്കിൽ നമ്മൾ ഇലയുള്ള ഒരു അത്തിവൃക്ഷം മാത്രം ശോഭിക്കാതെ, മറ്റുള്ളവരെ കാണിക്കുന്നവരെ മാത്രം തീരാതെ നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നവരും ആകണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് തണലായി താങ്ങായി ആകണം. നമ്മളിൽ നിന്ന് ഫലം, ആ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവരായി തീരണം. എന്താണ് ആ ഫലങ്ങളെന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആ ഫലങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ നല്ല ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയണം. ആ നല്ല ഫലങ്ങൾ കാണുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ്റെ ആ വിരുന്ന് സൽക്കാരത്തിലേക്ക്, ദൈവം തമ്പുരാൻ്റെ ആ നിത്യമായ രാജ്യത്തിലേക്ക് കയറുവാൻ തക്കണം. ഇതാ നല്ലവനും വിശ്വസ്തനുമായ നല്ലദാസ, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യരാജ്യത്തിലേക്ക് എന്നോട് പ്രവേശിക്കുവാൻ നിങ്ങൾ കടന്നുവാ എന്നുള്ള ആ നല്ല സ്വരം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നല്ല അത്തിവൃക്ഷമായി, ഫലം പുറപ്പെടുവിക്കുന്ന അത്തിവൃക്ഷമായി, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അത്തിവൃക്ഷമായി നമുക്കായിത്തീരാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.